മിറക്കിൾ മേക്കേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ഒരു കാര്യം അറിയാതെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തുവാൻ ചിലപ്പോൾ സമയമെടുത്തെന്നിരിക്കാം, ചിലപ്പോൾ എത്തിയില്ലെന്നും വരാം. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫീലിങ്സ്. ഇതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം തരാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡും അതേപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളോടുള്ള ഫീലിങ്സും. ഇപ്പോൾ നിങ്ങൾ ഏതവസ്ഥയിലാണോ ഉള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും ഫീൽ ആവുന്നത്. നിങ്ങളുടെ ഫീലിങ്സ് ഏത് അവസ്ഥയിലാണോ നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളോടും നിങ്ങൾ അങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു സങ്കടകരമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ സന്തോഷം തരുന്ന ഒരു ന്യൂസ് കേട്ടാലും ആ കേൾക്കുന്ന സമയത്തൊരു സന്തോഷം തോന്നുമെന്നല്ലാതെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അകാരണമായത്, നിങ്ങൾക്ക് എന്താണ് കാരണം എന്ന് പോലും അറിയാതെ പിന്നെയും നിങ്ങൾ സങ്കടകരമായ ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വളരെ ലോ ഫീൽ ആയിട്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, നിങ്ങൾക്ക് മടി എന്നതിനെ പറയാൻ കഴിയില്ല, ഒന്നിനോടും ഒരു താല്പര്യമില്ല, ഒരുമാതിരി മടുത്ത ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ന്യൂസ് കേട്ടാലും നല്ലൊരു കാര്യം നടന്നാലും നിങ്ങൾ അതിൻ്റെ നല്ല വശം കാണുവാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നതാണ് സത്യം. നിങ്ങൾ അതിലും നെഗറ്റീവ്സ് ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അതിലും ആ ഒരു സെക്കൻഡിൽ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടായാലും പിന്നീട് നിങ്ങൾക്ക് പിന്നെയും സെയിം സിറ്റുവേഷനിലായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീലിങ്സോട് കൂടി ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ എന്തായിരിക്കും അട്രാക്റ്റ് ആവുന്നത്? എത്ര സന്തോഷകരമായ വാർത്ത ഉണ്ടായാലും നിങ്ങൾ അതിന് വേണ്ടുന്ന ഫീലിങ്സോട് കൂടിയല്ല അത് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ആ ഫീലിങ്സ് പോലെ ആയിരിക്കും. നിങ്ങൾ സങ്കടകരമായ ഒരവസ്ഥയിലാണെങ്കിൽ സങ്കടകരമായ കാര്യങ്ങളായിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫീലിങ്സിലാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഹീലിംഗ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഹീൽ ചെയ്യാതെ നിങ്ങൾ എത്ര മാനിഫെസ്റ്റ് ചെയ്താലും അത് വളരെയധികം ടൈം എടുക്കും, അല്ലെങ്കിൽ ചിലപ്പം അത് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നെന്നിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളെ ഹീൽ ചെയ്യുകയാണ് വേണ്ടുന്നത്. നമ്മളുടെ ലോകത്തിൽ, നമ്മളുടെ നാട്ടിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ. ഞാൻ ന്യൂസ് കാണുന്നതും വായിക്കുന്നതും നിർത്തിയിട്ടൊരു 15-18 വർഷമായി. ഇപ്പോഴും ഞാൻ ന്യൂസ് കാണാറില്ല, ന്യൂസ് പേപ്പർ വായിക്കാറില്ല, കേൾക്കാറില്ല, അതിന് ഞാൻ ചെവി കൊടുക്കാറില്ല. ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം. പക്ഷെ എവിടെ കൊലപാതകം നടന്നു, എവിടെ വേറെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഞാൻ കേൾക്കാറുമില്ല, ചെവി കൊടുക്കാറുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ യൂട്യൂബ് ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ വരുന്നത് കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എനിക്ക് സജഷൻ വരുന്നത്. അതുപോലെയാണ് നമ്മളുടെ ലൈഫ്. നിങ്ങൾ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ കേൾക്കുന്നത്, ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോം പോലെ തന്നെയാണ് യൂണിവേഴ്സ്. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളെ കൂടുതൽ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഒരു ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കിയേ. നിങ്ങളൊരു ദിവസം കുറേ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ കണ്ടു നോക്കിക്കേ, കുറേ സെർച്ച് ചെയ്ത് നോക്കിക്കേ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ മാത്രമല്ല നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ കേൾക്കാൻ തുടങ്ങും. ജസ്റ്റ് ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഇങ്ങനൊന്ന് പരീക്ഷിച്ചു നോക്കുക. അപ്പോൾ അത്രയ്ക്ക് പവറാണ് നമ്മുടെ മൈൻഡിനുള്ളത്, യൂണിവേഴ്സിനുള്ളത്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാലോ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരും, പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. അപ്പോൾ അതല്ലേ ബെറ്റർ? അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളെ ഹീൽ ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആരുടെയെങ്കിലും വീട്ടിൽ നടന്നൊരു കാര്യം കേട്ടിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് കൊണ്ടോ നിങ്ങൾക്കൊന്നും നേടുവാൻ സാധിക്കുന്നതല്ല.
നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ നെഗറ്റീവായി സംഭവിച്ച കാര്യത്തെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവർക്കുണ്ടായ നഷ്ടത്തിനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഈ നെഗറ്റീവായ കാര്യത്തിനെ കുറിച്ച് ആവശ്യമില്ലാതെ ചിന്തിച്ചു കൊണ്ടിരുന്നിട്ട് എന്താണ് നിങ്ങൾ നേടുന്നത്? നിങ്ങൾ ഒന്നും നേടുന്നില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ നെഗറ്റിവിറ്റി അട്രാക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് പതിയെ ശാരീരിക അസുഖങ്ങൾ അട്രാക്ട് ചെയ്യുന്നു എന്നല്ലാതെ നിങ്ങളുടെ ലൈഫിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊന്നും ഒരു മാറ്റം വരുത്താനും കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ അവോയ്ഡ് ചെയ്യുക. നാട്ടിലുള്ളവർ, നിങ്ങളുടെ ചുറ്റുമുള്ളവർ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെയൊക്കെ നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. അവരുടെ സങ്കടങ്ങളാണെങ്കിൽ സങ്കടങ്ങൾ ഒരിക്കലും നമുക്ക് ഒഴിവാക്കി വിടാൻ പറ്റില്ല അല്ലേ? നമ്മളുടെ ഒരു ഫ്രണ്ട് വന്ന് നമ്മുടെ അടുത്ത് ഒരു സങ്കടം പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. പക്ഷേ അവർ ആ സങ്കടം പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കാവുന്നതാണ്. അതായത് ഈ പറയുന്ന കാര്യമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, ഇതിനകത്ത് എനിക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇല്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞിട്ട് നിങ്ങളത് കേൾക്കുക. കേട്ട് കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഹീലിംഗ് ചെയ്യുക. ഒരാൾ നിങ്ങളുടെ അടുത്ത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം ഷെയർ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നെഗറ്റീവ് എനർജിയിൽ ഒരു പകുതി ഭാഗം അത് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾക്കൊരു വിഷമമുള്ള സമയത്ത് അത് ഒരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര റിലീസ്ഡ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം എന്തോ മനസ്സിൻ്റെ ഒരു ഭാരം കുറഞ്ഞതുപോലെ തോന്നും. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളിലുണ്ടായിരുന്ന ആ നെഗറ്റീവ് ഇമോഷൻ, നെഗറ്റീവ് ഫീലിംഗ്, നെഗറ്റീവ് വൈബ്രേഷനെ നിങ്ങൾ കുറച്ച് വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഫീല് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ വേറൊരാളുടെ വിഷമങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് അതിനെ ഒരുപാട് ചിന്തിക്കുകയും നിങ്ങൾക്ക് വലിയൊരു മനസ്സിനൊരു ഭാരമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച നെഗറ്റീവ് എനർജി കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വേണ്ടുന്നത്? ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഹീൽ ചെയ്യുക, നിങ്ങളുടെ സെൽഫ് ഹീലിംഗ് ചെയ്യുക. സെൽഫ് ഹീലിംഗിന്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, അത് കേൾക്കുക. സെൽഫ് ഹീലിംഗിന്റെ മ്യൂസിക് കേൾക്കുന്നതും വളരെയധികം നല്ലതാണ്. ഒപ്പോനൊപ്പം പ്രെയർ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുകയാണോ നിങ്ങൾ? മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണോ? എങ്കിൽ നിങ്ങളുടെ ഫീലിങ്സിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക. നെഗറ്റിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. സെൽഫ് ഹീലിംഗ് ചെയ്യുക. ഇതാണ് ഇന്നത്തെ ടിപ്പ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.